ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ സുവോളജിക്കൽ പാർക്കിലാണ് എത്തിയിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കണ്ട സുവോളജിക്കൽ പാർക്കില്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് എൻട്രൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിലൂടെ കയറി എത്തിക്കഴിഞ്ഞാൽ നമ്മളിതാ ഈ ഒരു എൻട്രൻസ് പോർഷനിൽ എത്തിച്ചേർന്നു. ദെൻ റൈറ്റ് ലെഫ്റ്റിക്കായിട്ട് കുറച്ച് വഴികൾ കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ റൈറ്റ് വഴി കാണുന്ന ഭാഗത്ത് കൂടെ നമ്മൾ എന്താകും, കയറിപ്പോകും. പിന്നെ ഈ ലെഫ്റ്റ് വഴി കൂടെ നമ്മൾ ഇറങ്ങി വരിക ചെയ്യണത്. അപ്പോൾ ഇത്രയും പക്ഷികൾ, ഫസ്റ്റ് തന്നെ ബേർഡ്സിൻ്റെ ഒരു വളരെയധികം ശേഖരമാണ് അവിടെ നമ്മൾ കാണാൻ കഴിയുന്നത്. മയിൽ, വേഴാമ്പൽ, വലിയ വലിയ സൈസിലായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ ഉണ്ടാവുക. ബേർഡ്സ് ഇത് തത്തകൾ, ചെറിയ ചെറിയ കുഞ്ഞു തത്തകളാണേ. ഇനി അതുപോലെ തന്നെ ഇനി ഒരു പെസൻറ്റിൻ്റെ ശേഖരമാണ്, അതായത് സിൽവർ പെസൻറ്റ്, ഗോൾഡ് പെസൻറ്റ്, വൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ മയിലിൻ്റെ വെള്ള മയിൽ. അപ്പം എല്ലാം അടുത്തതായിട്ട് സ്റ്റോക്കാണ്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ചേരാ കൊക്കൻ എന്ന് പറയും. എന്ന് വെച്ചാൽ തീരദേശത്തും അതുപോലെ തന്നെ വയലുകളിലൊക്കെ കാണപ്പെടുന്നതാണ് ഈ ഒരു വലിയൊരു കൊക്കൻ. ചേരാ കൊക്കൻ എന്നാണ് അതിനെ മലയാളത്തിൽ അറിയപ്പെടുന്നത്, സ്റ്റോർക്ക്. പിന്നെ കാണപ്പെടുന്നത് സിൽവറായിട്ടുള്ള പെസൻ്റാണ് കേട്ടോ. അതിനിപ്പോൾ നമ്മൾ കോഴിയുടെ ഒക്കെ ഒരു, ശരിക്കും ഇത് ബേർഡ്സ് ആണല്ലോ, ഓക്കെ. ദെൻ കോഴിയുടെ വാല് പോലെ നല്ല, ഇവർക്ക് പ്രത്യേകത പെസൻറ്റുകൾക്ക് നല്ല വാലുണ്ടാവും കണ്ടോ. ഇത് യെല്ലോ പെസൻറ്റുകളായിരിക്കും, യെല്ലോ ഗോൾഡൻ പെസൻറ്റ്. അപ്പം ഇങ്ങനെ പെസൻറ്റിൻ്റെ ഒരു സെക്ഷൻ തന്നെയുണ്ട് കേട്ടോ. പെസൻറ്റിന് മാർക്കറ്റിൽ നല്ല റേറ്റ് ഉണ്ട്. അതിൻ്റെ ഇതിനനുസരിച്ച്, ബ്രീഡിങ്ങിനനുസരിച്ച്. കൂടുതൽ ബ്രീഡിങ്ങിനുള്ളതിന് കുറവായിരിക്കും. അതായാലും 8000 14,000 ഒക്കെയാണ് അതിൻ്റെ റേഞ്ചുകൾ വരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈഗിളാണ് ഇപ്പോൾ കണ്ടത്. ഇനി പഞ്ചവർണ്ണ തത്തകൾ, ഇത് നമ്മൾ നേരത്തെ കണ്ട പെസൻറ്റുകളാണല്ലോ അല്ലേ. യെസ്, സിൽവർ പെസൻറ്റ്. ദെൻ ഇത് പറയുന്നത് പെസൻറ്റ് തന്നെയാണ്, റെഡ്, പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് ഒക്കെ ആയിട്ടുള്ള കളറുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെസൻറ്റ് നമ്മൾ കാണും. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തത്തകൾ കാണും നമ്മൾ. തത്തകളുടെ ഒരു ശേഖരം തന്നെയുണ്ട് അവിടെ. അറിയാലോ, തത്തകൾക്ക് പലതരത്തിലുള്ള കളറുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, പഞ്ചവർണ്ണ തത്തകളിൽ. നല്ല ക്യൂട്ട് ആൻഡ് നല്ല നല്ല ഭംഗിയുള്ള തത്തകളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ പക്ഷി എന്ന് പറയുന്നത് ടൗക്കാൻ ആണ്, എന്ന് വെച്ചാൽ റെഡ് ബിൽഡ്, റെഡ് കൊക്കുള്ളത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ശബ്ദം ഉണ്ടാക്കുന്ന ഒരു ബേർഡാണത്. പിന്നെ നമ്മൾ പോകുന്നത് ആഫ്രിക്കൻ കുരങ്ങിനെയാണ് കാണുന്നത്, കണ്ടില്ലേ. അപ്പോൾ അത് മാത്രമേ ആ ഭാഗത്തുള്ളൂ. ഇപ്പം നമ്മൾ സെക്ഷൻസ് കഴിഞ്ഞത് ബേർഡ്സിൻ്റെ സെക്ഷൻസ്. ഇനി കാർണിവോറസ് സോൺ, ജാഗോർ, അതുപോലെ ലെപ്പേഡ്, ടൈഗർ സെക്ഷൻസ് ആണ്. അപ്പോൾ ഇതാ നല്ലൊരു സുന്ദര കുട്ടപ്പം വരുന്നുണ്ട്. നല്ല ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ കുറേ നേരം ഇങ്ങോട്ട് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നന്നായിട്ട് പിക്ക് എടുക്കാനും അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നല്ല ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് തോന്നുന്നു. എന്തായാലും വെരി ഗുഡ്. പിന്നെ കണ്ടില്ലേ അവരുടെ ഒരു ഗാംഭീര്യമൊക്കെ കറക്റ്റായിട്ട് അങ്ങോട്ട് കാണുന്നുണ്ടല്ലേ. നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും അടുത്തൊക്കെ ഇങ്ങനെ കാണുമ്പോഴുള്ളൊരു സന്തോഷമൊക്കെ. പിന്നെ കണ്ടോ, നല്ല ക്ലീനാണ് കേട്ടോ എല്ലാവിടെയും. ഇതാരായിരിക്കുന്നതെന്ന് വെച്ചാൽ ലയൺ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടല്ലോ. നോക്കട്ടെ, ക്ലിയറായിട്ട് കാണുന്നില്ല. ഇനിയിപ്പോൾ ലെപ്പേഡ് തന്നെ ആയിരിക്കും. ഓക്കെ. പിന്നെ ഇതാ ഉണ്ടോ പാലം പോലത്തെ ഭാഗത്ത് ഒരാൾ കിടന്നുറങ്ങണത്, അത് ടൈഗർ തന്നെയാണ്. യെസ്, കടുവ. പിന്നെ ഇത് മൊത്തം ഇതാ കടുവ നടന്നു വരുന്നു, കണ്ടോ, കാണുന്നില്ല. ആ പാലത്തിൻ്റെ ചോടയായിട്ട് രണ്ടാമത്തെ പാലം, ഫസ്റ്റത്തെ പാലം ഈ കാണുന്നത്, രണ്ടാമത്തത് ബാക്കത്തെ പാലം ആ ഭാഗത്തായിട്ട് ഉണ്ട്. അപ്പോൾ ചിലവരിനെയൊക്കെ നമുക്ക് നന്നായിട്ട് സൂം ചെയ്തിട്ടാണെങ്കിലും എടുക്കാൻ പറ്റും. അതൊരു ടൈഗർ തന്നെയാണ്, അതാ പോകുന്നു. നല്ല ക്ലീനാണ്. അതുപോലെ തന്നെ അവരുടെ കാടായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ആ അറ്റ്മോസ്ഫിയറിൽ, അതിപ്പം വെള്ളത്തിൻ്റെ ആവശ്യത്തിനായിട്ടും അവർക്ക് സഞ്ചരിക്കാനുള്ള ഒരു വാസ്റ്റ് ഏരിയ തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യം. അവർക്ക് ഒരു കാട്, അതിൻ്റെ ഒരു എഫക്റ്റും കിട്ടുന്നുണ്ട് അവർക്കായിട്ട് നടക്കാനും. പിന്നെ വല്ലാതെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം എന്തായാലും കൂട്ടിൽപ്പെട്ടു, എന്നാലും സന്തോഷം എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഇതാണ് കേട്ടോ ലയൺ. അപ്പോൾ ലയൺ വയ്യാതെ തോന്നുന്നുണ്ട്, കുറേ ഏജ്ഡ് ആയിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ.
അപ്പം ലയൺ വളരെയധികം നമ്മുടെ കാട്ടിലെ രാജാവ് എന്നറിയപ്പെടുന്ന ലയൺ, സിംഹം അവിടെ തന്നെ ഇരിക്കുകയാണ്. നമുക്കിങ്ങനെ സൂം ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, നല്ലൊരു ആ ഏരിയ ഇത്തിരി എന്താ പറയുക, ഇപ്പോൾ കാണുന്നുണ്ടല്ലോ അല്ലേ, അവിടെ ഇത്തിരി ഇരുട്ട് പോലെയൊക്കെയാണ്. നമ്മളിങ്ങനെ സൂം ചെയ്യുമ്പം അത് വീടിൻ്റെ ഉള്ളിലായിട്ടായല്ലേ. ഞാൻ പറഞ്ഞില്ലേ, വാസ്റ്റ് ആയിട്ടുള്ള ഏരിയയിൽ നല്ല രീതിയിൽ അവർ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവരുടെ ഒരു എന്താ പരിസരം എന്ന് പറയണത്. അപ്പോൾ ഇതും ലയൺ തന്നെയാണ്. ഓക്കെ, കുറേ ലയൺ, അതുപോലെ തന്നെ കുറേ എന്താ ലെപ്പേർഡ് ആയിക്കോട്ടെ, ടൈഗർ ആയിക്കോട്ടെ, ജാഗ്വർ ആയിക്കോട്ടെ, കുറേ എണ്ണം ഉണ്ട് കേട്ടോ. നമുക്ക് 1, 2 എന്നൊന്നുമല്ല, ഒന്നിൻ്റെ കാറ്റഗറി തന്നെ കൂടുതലും ഉണ്ടാവുന്നുണ്ട്. അപ്പം പക്ഷേ നമ്മുടെ അടുത്തേക്കായിട്ടുള്ളൊരു വ്യൂ ഒന്നും നമുക്ക് കിട്ടണില്ല. ഇങ്ങനെ സൂം ചെയ്തിട്ട് തന്നെ എടുക്കാൻ പറ്റുള്ളൂ. നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ഏരിയ തന്നെ. നമുക്ക് നടപ്പാതയായിട്ട് കൊടുക്കുന്നില്ലേ, അതായത് ഈ സഞ്ചാരികൾക്ക് കൊടുക്കുന്ന നടപ്പാത 2 ഭാഗങ്ങളും ഒക്കെ നല്ല ക്ലീനാണ്. അതായത് അവർ 1 hour 2 hour ഗ്യാപ്പിൽ തന്നെ അവർ ഇങ്ങനെ അടിക്കും, പിന്നെ ചപ്പുള്ളതൊക്കെ മാറ്റും, കാര്യങ്ങളൊക്കെ ചെയ്യണത് കാണുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അതിന്റെ കുഞ്ഞുണ്ട പാല് കുടിക്കുന്നുണ്ട എന്താണ്. ഇപ്പം നമ്മൾ ചിമ്പാൻസി സെക്ഷൻസ് കുരങ്ങന്മാരുടെയൊക്കെയാണ് കേട്ടോ ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി ഒറാങ്ങൂട്ടം കാണാനുണ്ട്. ഈ ഒരു സഞ്ചാരികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള നടപ്പാത എന്ന് പറയുന്നത് വളരെയധികം പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഫുൾ പച്ചപ്പാണ്. നമുക്ക് ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ നല്ലൊരു വീഡിയോ കവറേജ് കിട്ടാനൊക്കെ ഉള്ളൊരു നല്ലൊരു ഏരിയ ആണ്. നല്ല തണലാണ്. നമ്മൾ 2 കിലോമീറ്ററാണ് ഫുൾ ഈ ഒരു സുവോളജിക്കൽ പാർക്ക് റൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 2 മണിക്കൂറിൽ നമുക്ക് ഇപ്പോൾ വെള്ളം കുടിക്കാനുള്ള ഒരു ഏരിയ തന്നെയുണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റ് സർവീസ്, അതായത് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയും പിന്നെ ടോയ്ലറ്റും. അപ്പോൾ ഇത് തന്നെയാണ് നമ്മളെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ എന്താ പറയുക, ഈ ഒരു സഞ്ചാരപാതയിലുണ്ടാകുന്ന ഫോട്ടോജനിക്കായിട്ടുള്ള ഓരോരോ ഏരിയ അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പം ഇത് ചിമ്പാൻസിയാണ്. അപ്പോൾ അങ്ങ് തിരിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ചില ദിവസങ്ങളിൽ ഭാഗ്യം ഉണ്ടാവും തോന്നുന്നു. കാരണം ഇവരുടെയൊക്കെ ഫേസ് കാണാൻ വേണ്ടിയിട്ട് അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ലേ. ഇതിപ്പോൾ അവരവിടെ റെസ്റ്റ് എടുക്കുകയാണ്. അത് ഇളകില്ല, അത് പ്രതിമയാണ്, ഇളകില്ല. അതിന്റെ കൊമ്പും കൊണ്ട് കുട്ടിക്കാറ്റ് സാധനം അല്ലേ.
ഞാൻ ടോയ്സ് അവിടെ ഇടട്ടെ. കണ്ട നീ ഷീബ്രു ആൾക്കാരെ കണ്ട് ഷീബ്രു കുടുംബം നടന്നു. ആഫ്രിക്കൻ സീബ്ര. നോക്ക് സീബ്ര ഇവിടെയും പോറല്ല. ഊഞ്ഞാലാടി ഇറങ്ങി, ഊഞ്ഞാലിൽ ഇറങ്ങി, കഴുത്തിലൊരു മാല ഇട്ടു. മോളി നോക്കി നീ ഇതിന്റെ മോളി നോക്കടി, ഊഞ്ഞാലാടാൻ വരികയാണ്. കണ്ടതേ അതാ ഊഞ്ഞാലാടാൻ നോക്കി സർക്കസ്. കളിക്കുകയാണ്. വ്യായാമം അതാ നടക്കുന്നു. നോക്കട്ടെ അവിടെ വെക്കുമ്പോഴത്തെ നടക്കുന്നു. അതുകൊണ്ട് ചെന്നായി കണ്ടോ? ചെന്നായിനെ കണ്ട വോൾഫ്. ആൾക്ക് കാണുന്നില്ല. ഓക്സിജൻ വോൾഫ് ഭയങ്കര ഡേഞ്ചറസ് ആണ് ഇവര്. കാട്ടിൽ ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള ആൾക്കാർ ഇവരാണ്. കാരണം എന്താണെന്നറിയോ? വേണ്ട പട്ടീന്റെ പാല് നൂർന്നിരിക്കാൻ പറഞ്ഞു. യജമാനന്മാർക്ക് അടിമകളല്ല. ഓ നടക്കൂ. ബൈസൺ, ഇന്ത്യൻ ബൈസൺ, കാട്ടി പറയും. കാട്ടി അതിൻ്റെ അടുത്ത് പോയാൽ ചിലപ്പോൾ ചാവും. ആ ഏറ്റവും നോക്കി നടക്കാൻ വയ്യാതെ. എൻ്റെ കാലിനെന്തോ പ്രശ്നമുണ്ട് കേട്ടോ. അപ്പുറത്ത് പോകുന്ന ആൾക്കാരാണ് വരും. എന്താ ഇതിന്റെ പേര്? നടക്കുന്നു. മോളി തറ നോക്ക് ഒരേ റൗണ്ട് തന്നെ തിരിയും. നടന്ന് കണ്ട നോക്ക് ഒരേ വട്ടം. എന്താ സംഭവം?
അപ്പോൾ നമ്മളിപ്പോൾ മാനിൻ്റെ ഒരു വിഭാഗം തന്നെ കണ്ടു, പുള്ളിമാന്, കലമാന് അങ്ങനെയൊക്കെ. അടുത്തത് ഇത് കങ്കാരു ആണേ. കങ്കാരുയുടെ സെക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് പാമ്പിൻ്റെ സെക്ഷനുകൾ, ഉരഗ വിഭാഗം, പാമ്പിൻ്റെ സെക്ഷൻസ്. എനിക്ക് പാമ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഒരുമാതിരിയാണേ. അതിൻ്റെ കിടത്തൊക്കെ നോക്ക്. മൂർക്കൻ, അണലി, അങ്ങനെ നല്ല നല്ല പാമ്പുകളുണ്ടല്ലോ വിഷമുള്ളത്. അപ്പോൾ അതൊക്കെയാണ്. ഇത് അനാക്കൊണ്ട, നല്ല വിസ്താരത്തിലാണ് വല്ലാത്തൊരു ഇറിറ്റേഷനൊക്കെ ഫീൽ ചെയ്യും. പാമ്പ് എനിക്ക് മൊത്തത്തിലൊരു ഫോബിയാണ്. ഇപ്പോൾ പാമ്പിൻ്റെ സെക്ഷൻ കഴിഞ്ഞു. ആമ, ഞണ്ട് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. ഞണ്ട് എനിക്ക് സൂം ചെയ്തിട്ടും കിട്ടിയില്ല. പിന്നെ ഇതാ മുതല, ക്രൊക്കഡൈൽ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രൊക്കഡൈൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ചെറിയ ചെറിയ ക്ലിപ്പായിട്ട് ഓരോന്നിനും എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ സൈസുള്ളതും ഉണ്ട്, വലിയ സൈസുള്ളതും ഉണ്ട്. നല്ല അഴകൊത്ത ശരീരമല്ലേ. അരയന്നം, താറാവിൻ്റെ ആ ഭാഗത്തുള്ള സെക്ഷനിലാണ് ഈ ചങ്ങല ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ പക്ഷികൾ പറന്നു പോകാതിരിക്കാനാണ്. ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഫ്ലെമിംഗോസും അതുപോലെ തന്നെ ഫെലിക്കൻസിൻ്റെ ഒക്കെ ഒരു സെക്ഷനാണ്. അപ്പം നമുക്ക് അവരുടെ ഒരു ആവാസ വ്യവസ്ഥയിലൂടെ തന്നെ നടന്നു പോകാനുള്ളൊരു പാത്തും അവർ ഈ ഫെലിക്കൻസും ഫ്ലെമിംഗോസും പറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചങ്ങല കൂട്ടം പോലത്തെ ഒരു നമ്മൾ നേരത്തെ കണ്ടില്ലേ, അപ്പം അതൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയർ അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. കുളം ആയിക്കോട്ടെ, എല്ലാം ആയിക്കോട്ടെ, നന്നായിരുന്നു. അവരെയൊക്കെ കാണാനും ഭംഗിയുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഫൈനലി ജിറാഫ്. അപ്പം ഞങ്ങൾ ഈ ഒരു സുവോളജിക്കൽ പാർക്കിലേക്ക് എൻ്റർ ചെയ്യുന്ന മുമ്പ് റോഡ് സൈഡിൽ നിന്ന് തന്നെ ഈ ഒരു ജിറാഫിനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ പ്രതിമയാണെന്ന് വിചാരിച്ചു. ഇങ്ങനെ അനങ്ങാതെ ഈ കഴുത്തിങ്ങനെ പൊങ്ങിച്ച് നിൽക്കുമായിരുന്നില്ലേ. പിന്നെ ഈ ഒരു 2 കിലോമീറ്റർ കവർ ചെയ്ത് എത്തിയിട്ട് ലാസ്റ്റത്തെ സെക്ഷനാണ് ഈ ജിറാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഒരു എന്താ പറയുക, മരത്തിൻ്റെ കൊമ്പിൻ്റെ മുകളിലൊക്കെയാണ് ഇവർക്കുള്ള. അങ്ങനെ 2 കിലോമീറ്റർ നടന്ന് തീർത്തിട്ടുള്ള ഈ സുവോളജിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത് വല്ലാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വൃന്ദാവൻ ഗാർഡനിലേക്ക് പോകുന്നതിനുള്ളിൽ ഈ ഒരു ആടിത്തിമർത്ത് ബസ്സിൽ തകർക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് വൃന്ദാവൻ ഗാർഡനിൽ എന്താണെന്ന് വെച്ചാൽ വാട്ടർ തീം ഡാൻസ് ഒക്കെ കാണാമെന്ന് വിചാരിച്ചു, വാട്ടറിൻ്റെ ഡാൻസ്, മ്യൂസിക്കൽ ഡാൻസ്. പക്ഷെ അത് വർക്കിംഗ് അല്ലായിരുന്നു. അപ്പം ഞങ്ങൾ അവിടുത്തെ ബാക്കിയുള്ള റോഡ് സൈഡിലുള്ള കാഴ്ചകളൊക്കെ അവസാനിപ്പിക്കണം. ഓക്കെ, ബൈ.